നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. യേശുദേവന്റെ പീഡാനുഭവ സ്മരണകളെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. സ്വയം ബലിയായ ക്രിസ്തുദേവനെ കുരിശിലേറ്റിയതിന്റെ ഓർമ്മകളുമായാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. ജില്ലയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴിയിൽ നടന്നു. കാസർഗോഡ് ഉപ്പളയിൽ ATMൽ നിറയ്ക്കാനുള്ള പണവുമായി എത്തിയ വാഹനത്തിൽ നിന്ന് ₹1 കോടി കവർച്ച ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതം. 100ഓളം നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് പോലീസ്. സംഘത്തിൽ 1-ലേറെ പേരുണ്ടെന്ന നിഗമനത്തിൽ പോലീസ്. കിണറിലെ വെള്ളത്തിന്റെ നിറമാറ്റം ആശങ്കപ്പെടുത്തുന്നു. ഒടയംചാലിലെ നാരായണന്റെ വീട്ടിലെ കിണറിലെ വെള്ളമാണ് എണ്ണ കലർന്ന രീതിയിൽ കാണപ്പെട്ടത്. പ്രദേശവാസികൾ ആശങ്കയിൽ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭജാഥ സംഘടിപ്പിച്ച് വെൽഫെയർ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. സമാപന പൊതുയോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വായനശാല സാംസ്കാരിക കൂട്ടായ്മയുടെ ചെറുകഥാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വായനശാല കഥകളതിസാദരം കഥാസമാഹാരവും പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. യേശുദേവന്റെ പീഡാനുഭവ സ്മരണകളെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യരുടെ നന്മയ്ക്കായി സ്വയം ബലിയായ ക്രിസ്തുദേവനെ കുരിശിലേറ്റിയതിന്റെ ഓർമ്മകളുമായാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. ജില്ലയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴിയിൽ നടന്നു. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഗാഗുൽത്ത മലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഡാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാപപരിഹാര പ്രദക്ഷിണമായ കുരിശിന്റെ വഴി നടന്നു. ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം. കുരിശുമരണത്തിന്റെ മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി കുരിശുമെടുത്ത് വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. കയ്പുനീർ കുടിച്ചും ഉപവാസമനുഷ്ഠിച്ചും 100 കണക്കിന് വിശ്വാസികൾ പള്ളികളിലെ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. പീഡാസഹന ചരിത്ര ഓർമ്മയിൽ കുരിശിനിൽ നിന്നിറക്കിയ യേശുവിന്റെ നഗരി കാണിക്കലും കുരിശാരാധനയും കുരിശുചുംബനവും പരിശുദ്ധ കുർബാന സ്വീകരണവും നടന്നു. കോട്ടക്കണി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ രാവിലെ കുരിശിന്റെ വഴി നടന്നു. നടക്കാവ് സെന്റ് മേരീസ് കപ്പേള പരിസരത്തു നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി പാപപീഡകൾ സഹിച്ച 14 സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് തൃക്കരിപ്പൂരിൽ പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും തൃക്കരിപ്പൂർ ടൗണിൽ നഗരി കാണിക്കലും നടന്നു. ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച പാതിരാ കുർബാനയോടെ വിശുദ്ധവാര തിരുകർമ്മങ്ങൾക്ക് ശേഷം ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കും. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഉപ്പളയിൽ ATMൽ നിറയ്ക്കാനുള്ള പണവുമായി എത്തിയ വാഹനത്തിൽ നിന്ന് ₹1 കോടി കവർച്ച ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ 100-ലേറെ നിരീക്ഷണ ക്യാമറകളാണ് പോലീസ് പരിശോധിച്ചത്. സംഘത്തിൽ 1-ലേറെ പേരുണ്ടെന്ന് നിഗമനത്തിലാണ് പോലീസ്. ഉപ്പളയിൽ ATMൽ നിറയ്ക്കാനുള്ള പണവുമായി എത്തിയ വാഹനത്തിന്റെ സ്ലൈഡ് ഗ്ലാസ് തകർത്ത് ₹50 ലക്ഷം കൊള്ളയടിച്ച സംഭവത്തിലാണ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. ജില്ലാ പോലീസ് മേധാവി P. ബിജോയുടെ മേൽനോട്ടത്തിൽ കാസർഗോഡ് DYSP R. ഹരിപ്രസാദനാണ് അന്വേഷണ ചുമതല. 4 സംഘങ്ങളായാണ് അന്വേഷണം നടത്തുന്നത്. സംഭവത്തിന് പിന്നിൽ 1-ലേറെ പേരുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. കവർച്ച ചെയ്ത പണവുമായി ഓട്ടോറിക്ഷയിൽ കയറി മറ്റൊരു വാഹനത്തിന്റെ അടുത്തെത്തി അതിൽ കയറി കർണാടകയിലേക്ക് രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ടുതന്നെ അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. ജില്ലയിലെ 100-ലേറെ നിരീക്ഷണ ക്യാമറകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. ഉപ്പള ടവറിൽ നിന്നുള്ള ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 27-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഉപ്പള ടൗണിലാണ് സംഭവം. സ്വകാര്യ ബാങ്കിന്റെ ATMൽ നിറയ്ക്കാനായി എത്തിച്ച പണമാണ് നഷ്ടമായത്. മുംബൈയിലെ സ്വകാര്യ ഏജൻസിയുടെ വാഹനത്തിലായിരുന്നു പണം എത്തിച്ചത്.
1,49,00,000 രൂപയാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 50 ലക്ഷം രൂപ സ്വകാര്യ ഏജൻസി ജീവനക്കാർ ATMൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോവുകയും ബാക്കി 1/2 കോടി രൂപ ഡ്രൈവറുടെ പിന്നിലുള്ള സീറ്റിൽ വയ്ക്കുകയുമായിരുന്നു. ഈ പണമാണ് കവർന്നത്. വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിന്റെ പുറകിലെ ക്യാബിന്റെ വിൻഡോ ഗ്ലാസ് തകർത്താണ് പണം കവർന്നത്. ബാഗുമായി ഒരാൾ കടന്നു പോകുന്ന ദൃശ്യം CCTVയിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വാഹനത്തിലുണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കിണറിലെ വെള്ളത്തിന്റെ നിറം മാറ്റം ആശങ്കപ്പെടുത്തുന്നു. ഒടയംചാൽ ടൗണിന് സമീപം താമസിക്കുന്ന നാരായണന്റെ വീട്ടിലെ കിണറിലെ വെള്ളമാണ് എണ്ണ കലർന്ന രീതിയിൽ കാണപ്പെട്ടത്. പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. കോടോംപേളൂർ ഗ്രാമപഞ്ചായത്തിലെ ഒടയംചാലിൽ താമസിക്കുന്ന നാരായണന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിന് നിറം മാറ്റം തുടങ്ങിയത് ഡിസംബർ അവസാനത്തിലാണ്. 16 വർഷത്തെ പഴക്കമുണ്ട് ഈ കിണറിന്. ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവമെന്നും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വീട്ടുകാർ പറഞ്ഞു. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോട്ടലിൽ നിന്നും മലിനജലം കിണറിലെ വെള്ളത്തിൽ കലരുന്നതാവാമെന്നാണ് വീട്ടുകാർ പറയുന്നത്. 16 വർഷമായി ഈ കിണർ കുഴിച്ചിട്ട്. ഇപ്പം ഈ AFC പറഞ്ഞൊരു ഓഫീസ് തുടങ്ങിയത് ഹോട്ടലിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഈ വെള്ളം ഇങ്ങനെ ആകാൻ തുടങ്ങിയത്. ഡിസംബർ കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വേറൊരു വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് കുടിക്കുന്നത്. വെള്ളം തിളക്കുമ്പോൾ ഈ ടാങ്ക് കലക്കിയിട്ട് ഇത് ആക്കുന്നില്ല, അതുപോലെ ആണ് വെള്ളം. പരാതി ചാമണ്ടിക്കുന്ന് പറയുന്ന സ്ഥലത്ത് കൊടുത്തു, പിന്നെ ആലാമ്പള്ളി ഒരിക്കൽ കൊടുത്തു, പിന്നെ ഇപ്പോൾ ജിയോളജിയിൽ കാസർഗോഡ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇത് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. എണ്ണ കലർന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ ദേഹമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ടെന്നും മുഖം കഴുകിയാൽ പുകച്ചിൽ അനുഭവപ്പെടാറുണ്ടെന്നും നാരായണൻ പറഞ്ഞു. കുടിക്കാൻ പറ്റുന്നില്ല, ഈ മണം വായിൽ വയ്ക്കുമ്പോൾ എന്തോ ഉരുന്തുന്നു. പിന്നെ ഈ കളറുമല്ലേ, തുണി വരെ ഇറക്കാൻ കഴിയുന്നില്ല അവർ. അപ്പോൾ ആദ്യ അടുത്തിൻ്റെ അവർ വന്നിട്ട് നോക്കിയിട്ട് ഇതെല്ലാം പറഞ്ഞ് കുടിക്കണ്ടായിരുന്നു, കുടിക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ കുടിക്കില്ല. പിന്നെ രണ്ടാമത് വന്നവർ ഓരോരോ വിഷയം പറയും. അതങ്ങനെ പിന്നെ വികസനം ഉണ്ടാകുമ്പോൾ ഉണ്ടാവും. അഴുക്കുണ്ട്, എണ്ണമയം ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ ഈ മഴവില്ല് പോലെ പൊങ്ങിയിട്ട് നിൽക്കുന്ന കിണറിലുകൊണ്ട് വെള്ളം എടുത്ത് വെച്ചിട്ടാകുമ്പോഴുണ്ട്. ടാങ്ക് എന്ന് പറയുമ്പോൾ 2 ദിവസത്തേക്ക് ഒരിക്കൽ കഴിക്കാനും ഇത് എന്ത് കറി വെച്ച ബട്ടലുമില്ല, അതുമാതിരിയാണ്. കണ്ണുവരെ കത്തുന്നീർന്നു. അയൽ വീടുകളിലെ കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളമാണ് നിലവിൽ കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്നത്. കടുത്ത വേനലിൽ ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര കാലം ഇതിങ്ങനെ തുടരുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളത്തിന്റെ സാമ്പിൾ കോഴിക്കോട്ടെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, രാജപുരം. വെൽഫെയർ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചു. സമാപന പൊതുയോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂരിൽ നിന്ന് ആരംഭിച്ച പ്രക്ഷോഭയാത്രയുടെ സമാപന പൊതുയോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാജ്യം ഭരിക്കുന്നവർ കാശ്മീരിനെ 2ആയി വെട്ടിമുറിച്ചു. കാശ്മീരും ലഡാക്കും ഉണ്ടാക്കി. ഭരണഘടനാപരമായി അവർ കൊടുത്ത സ്വാതന്ത്ര്യമായ 370 എടുത്ത് കളഞ്ഞു, 35A എടുത്ത് കളഞ്ഞു. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണ്, പക്ഷേ അതൊരു സിവിൽ നിയമമാണ്. ആ സിവിൽ നിയമത്തെ ക്രിമിനൽ നിയമമാക്കി മാറ്റി. ഒരു ക്ലോസ് അതിൽ എഴുതി ചേർത്തു. ആരെങ്കിലും ഒരാൾ തലാഖ് ചൊല്ലി ഒരു മൊഴി ചൊല്ലിയാൽ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ, കുടുംബത്തിന് പരാതിയില്ലെങ്കിൽ സ്വമേധയാ കേസെടുത്ത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം പ്രക്ഷോഭ ജാഥയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് CH മുത്തലിബ് അധ്യക്ഷത വഹിച്ചു. NA നെല്ലിക്കുന്ന് MLA, DCC പ്രസിഡന്റ് PK ഫൈസൽ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം, കവി രവീന്ദ്രൻ പാടി, BK മുഹമ്മദ് കുഞ്ഞി, അബ്ദുൾ റഹ്മാൻ ബന്ദിയോട്, ഹമീദ് കക്കണ്ടം, ഫൗസിയ സിദ്ദിഖ്, സഫിയ സമീർ, CA യൂസഫ്, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പുഞ്ഞി തലക്കളായി സ്വാഗതവും PK അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വായനശാല സാംസ്കാരിക കൂട്ടായ്മയുടെ ചെറുകഥാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വായനശാല കഥകളിതി സാദരം എന്ന കഥാസമാഹാരവും പ്രകാശനം ചെയ്തു.
KSRTC ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ വായനശാല സാംസ്കാരിക കൂട്ടായ്മ ഏർപ്പെടുത്തിയ 2023 സംസ്ഥാനതല ചെറുകഥാ പുരസ്കാര വിതരണവും മികച്ച കഥകൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച വായനശാല കഥകളതിസാദരം കഥാസമാഹാരത്തിന്റെ പ്രകാശനവും കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് KS രതീഷിന് പുരസ്കാരം സമ്മാനിച്ചു. ചിരിക്കണ പെരയില് പാടണൊരു കട്ടില് എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പ്രത്യേക ജൂറി പുരസ്കാരവും വിതരണം ചെയ്തു. ഡോക്ടർ R. രാജശ്രീ കഥകളതിസാദരം കഥാസമാഹാരം പ്രകാശനം ചെയ്തു. വായനശാല സാംസ്കാരിക കൂട്ടായ്മ പ്രസിഡന്റ് PV രതീശൻ അധ്യക്ഷത വഹിച്ചു. ജിജാനുരുദ്ധൻ പുസ്തക പരിചയം നടത്തി. പുസ്തക പ്രസാധകൻ നാലപ്പാടം പത്മനാഭൻ, കവി ദിവാകരൻ വിഷ്ണുമംഗലം, ഡോക്ടർ AV സത്യേഷ് കുമാർ, ശ്രീജ വിജയൻ, റീന PG, ജോമോൻ ജോസ്, VP ഏലിയാസ് എന്നിവരുടെ കഥകൾക്ക് പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചു. പുരസ്കാര നിർണയ സമിതിക്ക് ലഭിച്ച കഥകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 20 കഥകൾ ഉൾപ്പെടുത്തിയാണ് കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചത്. വായനശാല കൂട്ടായ്മ സെക്രട്ടറി K. പ്രദീപ് കുമാർ സ്വാഗതവും ട്രഷറർ K. ഗൌരി നന്ദിയും പറഞ്ഞു. തുടർന്ന് ആവണിയുടെ നൃത്തസംഗീത ശില്പവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം ഗൌസിയ നഗർ പിരാരമൂല അബൂബക്കർ സിദ്ദിഖ് മസ്ജിദിൽ വർഷങ്ങളായി നടത്തിവരാറുള്ള സമൂഹ നോമ്പുതുറ ഇത്തവണയും വിപുലമായി നടന്നു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ ഒത്തുകൂടലും കൂടിയായി മാറുകയായിരുന്നു നോമ്പുതുറ. സമൂഹത്തിൽ സൗഹൃദം ഉറപ്പിച്ച സമൂഹ നോമ്പുതുറകളുടെ കാലമാണ് റമദാൻ ആദ്യ വാരം മുതൽ തന്നെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹ നോമ്പുതുറകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അബൂബക്കർ സിദ്ദിഖ് മസ്ജിദിൽ വിശുദ്ധ റമദാൻ 17-ാം രാവിൽ ബദർ ദിനത്തോടുകൂടി സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ മാനവ സാഹോദര്യത്തിന്റെ സുഗന്ധം പരത്തുന്നതായി മാറി. ആരോഗ്യം, ആത്മീയം, സാമൂഹികം തുടങ്ങിയ മേഖലകളിൽ നോമ്പ് കാലം നൽകുന്ന ചൈതന്യം സദസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടു. മസ്ജിദ് അങ്കണത്തിൽ ഒരുക്കിയ നോമ്പുതുറയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. പൊസോട്ട് ജമാഅത്ത് പ്രസിഡന്റ് RK ബാവ ഹാജി, മഹമ്മൂദ് ഹാജി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, ബ്ലോക്ക് മെമ്പർ ഹമീദ്, മഹൽ പ്രസിഡന്റ് ഹരീഷ്, ലത്തീഫ് ബനാന, സിദ്ദിഖ് തുടങ്ങിയവർ സമൂഹ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി. പൊസോട്ട് ഖത്തീബ് ഷബീർ ഫൈസി, ഹനീഫ സഖാഫി, മൻസൂർ ഉസ്താദ്, മജീദ് ഉസ്താദ് തുടങ്ങിയവർ ബദർ മൗലിദിന് നേതൃത്വം നൽകി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് പൂക്കോയ തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ ഫൗണ്ടേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വനിതാ ഭവനിൽ ചേർന്ന യോഗം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സാധന പ്രവർത്തനങ്ങൾ തൻ്റെ ജീവിതകാലത്ത് നടത്തുകയും പലർക്കും ആശ്വാസം പകരുകയും ചെയ്തിട്ടുള്ള മഹാനായ പൂക്കോയ തങ്ങളുടെ നാമധേയത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഒരു വിവാദത്തായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചാൽ സർവശക്തനായ അല്ലാഹു അതിന് തക്കതായ പ്രതിഫലം നൽകും. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും PTA ചെയർമാനുമായ PM മുനീർ ഹാജി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെർക്കള, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കേളോട്ട്, ജനറൽ സെക്രട്ടറി TM ഇക്ബാൽ, ട്രഷറർ KB കുഞ്ഞാമു ഹാജി, നാസർ ചെർക്കളം, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടി സ്വാഗതവും ഹബീബ് ചെട്ടുംകുഴി നന്ദിയും പറഞ്ഞു. KM ബഷീർ, ഹമീദ് ബദ്ര, ഇക്ബാൽ ചേരൂർ, അൻവർ ചേരങ്കൈ, സിദ്ദിഖ് ബേക്കൽ, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഓഫീസ് തുറന്നു. ഉപ്പള ഹിദായത്ത് നഗറിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി മഞ്ചേശ്വരം മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് സുബൈറൈ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം UDF ചെയർമാൻ അസീസ് മെരിക്കെ അധ്യക്ഷനായി. AKM അഷ്റഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ TA മൂസ, M അബ്ബാസ്, MD യൂസഫ്, MC പ്രഭാകരൻ, DMK മുഹമ്മദ്, MK ആരിഫ്, സൈഫുള്ള തങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ,
ഹർഷാദ് വോർക്കാടി, ലോക്നാഥ് ഷെട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. കൺവീനർ മഞ്ജുനാഥ ആൾവ സ്വാഗതം പറഞ്ഞു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. പെരുമ്പള ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പും വിപുലമായ പരിപാടികളോടെ നടന്നു. പരിപാടി അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് പഞ്ചായത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ മികവാർന്ന പ്രവർത്തനം നടത്തി മുന്നേറുന്ന പെരുമ്പള ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും വിപുലമായ പരിപാടികളോടെ നടന്നു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടികളാകുന്ന നക്ഷത്രത്തെ നന്നായി മിന്നുന്ന ഷൈൻ ചെയ്യുന്ന നിലയിലേക്ക് വളർത്തുകയാണ് ആര് ചെയ്യുന്നത്? ടീച്ചർ. അതാണ് ടീച്ചർ ചെയ്തത്. മനസ്സിലായില്ലേ? ടീച്ചർ, മാഷ്, മറ്റു രണ്ട് ടീച്ചർമാർ നേരത്തെ വന്നില്ലേ? എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. അപ്പോൾ നന്നായി പഠിക്കുക. ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് കുറേയെല്ലാം പഠിപ്പിച്ചു, ഇനിയും പഠിക്കാനുണ്ട്. പഠിച്ച് ഏറ്റവും നല്ല ആളുകളായി നിങ്ങൾ മാറുക എന്നാണ് പറഞ്ഞത്. 32 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രധാനാധ്യാപിക U ഗീതയെ പൊന്നാടി അണിയിച്ച് ഉപഹാര സമർപ്പണം നടത്തി. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ കുരിക്കൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ K കൃഷ്ണൻ, E മനോജ് കുമാർ, രേണുക ഭാസ്കരൻ, സ്കൂൾ വികസന സമിതി കൺവീനർ മുഹമ്മദ് കുഞ്ഞി കുതിർ, സ്കൂൾ വികസന സമിതി ചെയർമാൻ MV ബാലൻ, രാഘവൻ, മദർ PTA പ്രസിഡന്റ് ശ്യാമിനി, സീനിയർ അസിസ്റ്റന്റ് അനസ, മുൻ PTA പ്രസിഡന്റ് വിനോദ് കുമാർ, SMC വൈസ് ചെയർമാൻ റിഫാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂത്ത് ക്ലബ്ബ് പെരുമ്പളയും സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളും PTA കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു. 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഗീത ടീച്ചർക്ക് സ്നേഹോപഹാരം നൽകി. ടീച്ചർക്കും 4ാം ക്ലാസ് അധ്യാപിക അനസ, അറബി അധ്യാപിക അമാനി എന്നിവർക്കും വിദ്യാർത്ഥികൾ സ്നേഹോപഹാരം നൽകി. ഗീത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. PTA പ്രസിഡന്റ് സതീശൻ M സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് മുരളീധരൻ ML പുരം നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പേക്കടം വൈക്കത്ത് തറവാട് കളിയാട്ട മഹോത്സവം ഏപ്രിൽ 2-3 തീയതികളിൽ നടക്കും. കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തറവാടിന്റെ ധർമ്മദൈവമായ വരീക്കര ഭഗവതി, IT ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, കുടിവീരൻ ദൈവം, അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ ദൈവം തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങൾ 2 ദിവസങ്ങളിലായി കെട്ടിയാടും. 2-ന് രാത്രി 8 മണി മുതൽ വിവിധ തെയ്യങ്ങളുടെ തോറ്റം പുറപ്പാടും, 3-ന് പുലർച്ചെ 5 മണിക്ക് കുടിവീരൻ തെയ്യത്തിന്റെ പുറപ്പാടും നടക്കും. രാവിലെ 9 മണി മുതൽ മറ്റു തെയ്യങ്ങൾ അരങ്ങിലെത്തും. 2 ദിവസങ്ങളിലായി 4500-ൽ പരം പേർക്ക് അന്നദാനം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആദ്യത്തെ ദിവസം 2-ാം തീയതി രാത്രി രാമകുലം കഴകത്തിലെയും അതുപോലെ രാമകുലം കഴകത്തിന് കീഴിലുള്ള കീഴ്ഘടക ക്ഷേത്രങ്ങളിലെയും സ്ഥാനികന്മാർ, കുടുംബൂർക്കാവിലെ സ്ഥാനികന്മാരൊക്കെ അന്ന് കുറുവാപ്പടിയിൽ എത്തിച്ചേർന്ന് അവരൊന്നിച്ച് നമ്മൾ തറവാട്ടിലേക്ക് വരും. തറവാട് കളിയാട്ടം ധന്യമാക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണത്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് വധൂപ്പൻ ഭാസ്കരൻ, സെക്രട്ടറി V സുധാകരൻ, V വത്സരാജ്, V കൃഷ്ണൻ ഉദിനൂർ, B രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 5 ദിവസങ്ങളിലായി നടന്നുവന്ന പൈക്കം ശ്രീ പൂമാണി കിന്നിമാണി ക്ഷേത്രോത്സവത്തിന് സമാപനമായി. ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അസ്ത്രതന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. പൈക്കം ശ്രീ പൂമാണി കിന്നിമാണി ക്ഷേത്രോത്സവത്തിന് മാർച്ച് 24-നാണ് തുടക്കമായത്. 5 ദിവസങ്ങളിലായി നടന്ന ഉത്സവാഘോഷത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അസ്ത്രതന്ത്രികൾ പൂജാതി കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ വ്യാഴാഴ്ച ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ബീർനാൾവ ദൈവ നൃത്തോത്സവം നടന്നു. 100 കണക്കിന് ഭക്തരാണ് നൃത്തോത്സവം ദർശിക്കാനായി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്.
ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്ന ഭക്തർക്ക് പ്രസാദ വിതരണവും അന്നദാനവും നടന്നു. തുടർന്ന് രഥോത്സവവും ധൂമാവതി പുലിച്ചാമുണ്ടി ദൈവ നൃത്തോത്സവവും നടന്നു. ആറാട്ടോടുകൂടി ഉത്സവാഘോഷത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. RJD ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉദുമ കെ ബാലകൃഷ്ണൻ അനുസ്മരണ യോഗം നടത്തി. സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും ജനതാദൾ മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്ന ഉദുമ കെ ബാലകൃഷ്ണൻ അനുസ്മരണ യോഗം RJD ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സൌത്ത് കെ ചന്ദ്രശേഖരൻ സ്മാരക മന്ദിരത്തിൽ നടത്തി. RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ ഭാരവാഹികളായ VV പുരുഷോത്തമൻ, EV ഗണേശൻ, അഡ്വക്കേറ്റ് P രമാദേവി, PP രാജൻ, VV വിജയൻ, പ്രജീഷ് പാലക്കാൽ, വിജയൻ മണക്കാട്ട്, M കുമാരൻ, A മുകുന്ദൻ, പനങ്കാവ് രാമകൃഷ്ണൻ, KV രഘൂത്തമൻ, ജില്ലാ സെക്രട്ടറി പനങ്കാവ് കൃഷ്ണൻ, U ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുദേവന്റെ പീഡാനുഭവ സ്മരണകളെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. സ്വയം ബലിയായ ക്രിസ്തുദേവനെ കുരിശിലേറ്റിയതിന്റെ ഓർമ്മകളുമായാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. ജില്ലയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴിയിൽ നടന്നു. കാസർഗോഡ് ഉപ്പളയിൽ ATMൽ നിറയ്ക്കാനുള്ള പണവുമായി എത്തിയ വാഹനത്തിൽ നിന്ന് ₹1 കോടി കവർച്ച ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതം. 100ഓളം നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് പോലീസ്. സംഘത്തിൽ 1-ലേറെ പേരുണ്ടെന്ന നിഗമനത്തിൽ പോലീസ്. കിണറിലെ വെള്ളത്തിന്റെ നിറമാറ്റം ആശങ്കപ്പെടുത്തുന്നു. ഒടയംചാലിലെ നാരായണന്റെ വീട്ടിലെ കിണറിലെ വെള്ളമാണ് എണ്ണ കലർന്ന രീതിയിൽ കാണപ്പെട്ടത്. പ്രദേശവാസികൾ ആശങ്കയിൽ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭജാഥ സംഘടിപ്പിച്ച് വെൽഫെയർ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. സമാപന പൊതുയോഗം രാജമുന്നോണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വായനശാല സാംസ്കാരിക കൂട്ടായ്മയുടെ ചെറുകഥാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വായനശാല കഥകളതിസാദരം കഥാസമാഹാരവും പ്രകാശനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.